നമസ്കാരം. സിപിഎമ്മിന്റെ രഹസ്യ സർവേയിൽ തിരഞ്ഞെടുപ്പ് തോൽവി വ്യക്തമായതായി സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായി ഒരു സർവേ നടന്നിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഇടതിന്റെ സാധ്യതകളാണ് സർവേയിൽ പരിശോധിച്ചത്. തീർത്തും ദയനീയമായ തോൽവിയാണ് സർവേ പ്രവചിച്ചത് എന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. സർവേ നടത്തിയത് സംസ്ഥാന സർക്കാർ സംരംഭങ്ങളുമായി സഹകരിക്കുന്ന ഒരു സ്വകാര്യ ഏജൻസിയാണെന്നാണ് കേൾക്കുന്നത്. സർവേയുടെ സംഘാടകർ സിപിഎം ആണ് എന്ന കാര്യം പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിൽ അത്ഭുതമില്ല. കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് സർവേകൾ പതിവുള്ളത് തന്നെ. സർവേ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തി. അതിലും ഇടതുമുന്നണിയുടെ പ്രകടനം തീർത്തും ദയനീയമായിരിക്കുമെന്നാണ് തെളിഞ്ഞത്. സർക്കാരിന്റെ മോശം ഇമേജാണ് ഇതിന് കാരണം. മുഖ്യമന്ത്രിയെ രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ പോലും കിട്ടാതെ പോകുമെന്ന് സർവേയിൽ നിന്നും മനസ്സിലാക്കി. ഇതോടെയാണ് സിപിഎം പിൻവാങ്ങിയത്. യോഗങ്ങൾ പോട്ടെ, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പം പോലും പിണറായി വിജയന്റെ ഒരു ചിത്രം പോലും കൊടുക്കുന്നില്ല. പിണറായിക്കും സമകാലികരായ നേതാക്കൾക്കും പകരം EMS, EK നായനാർ, P കൃഷ്ണപിള്ള തുടങ്ങിയ കളങ്കമേൽക്കാത്ത നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് നൽകുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇടത് നായകൻ പിണറായി തന്നെയെന്ന് സിപിഎം വിശദീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങാത്തത് എതിരാളികൾ ആയുധമാക്കുന്നതിനിടെയായിരുന്നു പാർട്ടിയുടെ വിശദീകരണം. പ്രചരണത്തിന്റെ അവസാന ലാപ്പിലും മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണത്തിൽ തന്നെയാണ് UDFും BJPയും കേന്ദ്രീകരിക്കുന്നത്. UDF BJP നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ സൈബറിടം കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മാറ്റം ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരായ അഴിമതി ആരോപണങ്ങളെ കൂടി ചേർത്ത് എവിടെ പിണറായി എന്ന പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് സിപിഎമ്മിന്റെ മറുപടി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന് പാർട്ടി അന്ന് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും ഫ്ലെക്സുകളിലും മുഖ്യമന്ത്രിയുടേതോ നേതാക്കന്മാരുടെയോ ചിത്രങ്ങളുടെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമല്ല, അദ്ദേഹത്തിന്റെ ഊർജമാണ് പ്രധാനം. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി സിപിഎം നേതാവ് ഗോവിന്ദൻ മാസ്റ്റർ അക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു: വികസന വിളംബരം എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ വിർച്വൽ പ്രസംഗം അന്ന് നടത്തി. LDFന്റെ വെബ് റാലി ഉദ്ഘാടനം ചെയ്തതും മുഖ്യമന്ത്രിയാണ്. എന്നാൽ നേരിട്ട് പ്രചരണത്തിനിറങ്ങാത്തത് ബോധപൂർവമാണെന്നാണ് BJPയുടെ ആരോപണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രഭയിലായിരുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും ഇന്ന് വിവിധ തരം അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി വേട്ടയാടപ്പെടുകയാണ്.